ഹലോ ഗൈസ്, വെൽക്കം ടു വിഷ്വൽസ് ഓഫ് ശ്രീ. ഓരോ നിമിഷങ്ങളും ഓരോ കഥകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു തിരുപ്പതി വ്ളോഗാണ്. അപ്പം ഞാനും എൻ്റെ കസിൻ ചേട്ടൻ്റെ രണ്ട് പിള്ളേരും വേറൊരു അണ്ണനും കൂടെയാണ് തിരുപ്പതിക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 10:45 ആ സമയത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഏതാണ്ട് 700 കിലോമീറ്റർ വണ്ടി ഓടിയെത്തണം. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സ്പീഡിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം മൊത്തം ചിലവെന്ന് പറയുന്ന ഫുഡ് കഴിച്ചതിൻ്റെ എക്സ്പെൻസ് എനിക്കറിയത്തില്ല. വണ്ടിക്ക് ഡീസൽ തന്നെ ഏതാണ്ട് 14,000 രൂപയായി. അങ്ങനെ ഞാൻ കുറച്ച് പോസ്റ്റ് കൊടുത്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയൊരു സൗഭാഗ്യം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് എനിക്ക് ഈ തിരുപ്പതി യാത്ര. അപ്പം ഞങ്ങൾ ഏതാണ്ടൊരു ഏകദേശം 11:30-12 ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് ഇനിയിപ്പം അകത്തോട്ട് കയറണം കുളിച്ചിട്ട്. പിന്നെ മുട്ട അടിക്കണമായിരുന്നു, ഞാൻ മുട്ട അടിച്ചില്ല. അപ്പം ഇവിടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങളവിടുത്തെ ഇപ്പോഴും തിരക്കുണ്ട്, ആൾക്കാരൊക്കെ കയറി വന്നിട്ടിരിക്കുകയാണ്. 12 മണിയാകുമ്പോൾ അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ മേളിലോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, അങ്ങനൊരു സിറ്റുവേഷനാണ്. അപ്പം വണ്ടി എപ്പോഴേ കൊണ്ട് മാറ്റി പാർക്ക് ചെയ്തിട്ട് ചേട്ടനൊക്കെ തിരിച്ചു വന്നിട്ട് വേണം മുട്ടയടിക്കാനായിട്ട് പോകാൻ. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മുട്ടയടിക്കാനായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. ഞാനും ഉണ്ട്, കസിച്ചേട്ടനാണ് പോകുന്നത്, വൈറ്റ് ഷർട്ട് ഇട്ടുണ്ട്. പിന്നെ അണ്ണനുണ്ട്, രണ്ട് ചേട്ടന്മാരെ മക്കളാണ്, ഒരാൾ വന്നിട്ടില്ല. മുട്ടയടിക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു പകുതി ബ്ലേഡും ഇങ്ങനൊരു ടിക്കറ്റും തരും. ഇതും കൊണ്ട് നമ്മളവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് പോവുക. അങ്ങനെ അവർ മുട്ടയടിച്ച് തരും. ആദ്യമേ ശ്രീധരൻ്റെ കൊച്ച് അപ്പുവാണ് മുട്ടയടിച്ചേക്കുന്നത്. അപ്പം മുട്ടയടിച്ചിട്ട് പച്ചവെള്ളത്തിൽ പോയി തല കഴിയുമ്പോൾ എക്സ്പ്രഷൻ രാവിലെ. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം മുട്ടകൾ രണ്ടും ഉണ്ട്. ഇനി അവിടെ പോയി കുളിച്ച് എല്ലാം സെറ്റായിട്ട് അകത്തേക്ക് കയറണം. അമ്പലത്തിനകത്തേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഫോൺ വണ്ടി വെച്ചിട്ടാണ് പോയത്. ഞങ്ങളൊരു എപ്പോഴാണ് സമയം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 11:45-12 ഒക്കെ ആയപ്പോഴത്തേക്ക് അറയ്ക്കകത്ത് കയറി. അപ്പം അറയ്ക്കകത്ത് നമ്മളെ ലോക്ക് ചെയ്ത് തരും. അവിടെ ഇഷ്ടംപോലെ അറയുണ്ട്, തിരക്കനുസരിച്ച് നമ്മളെ അറയ്ക്കകത്ത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് വെളുപ്പിന് 4 മണിയാകുമ്പോൾ തുറന്നു വിടും. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് തുറന്നു വിട്ട് കഴിഞ്ഞ് എനിക്ക് ക്ലിപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ ക്ലിപ്പ് അവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് എടുത്തിട്ടേക്കുന്നതാണിത്. ഫോട്ടോ വെച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതാണ് ഗോവിന്ദനെ കാണാൻ എനിക്കും ഗോവിന്ദനെ നല്ല രീതിക്ക് കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ ഒരു 5:45 ആയപ്പോഴത്തേക്ക് അവിടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ പന്നിക്കൂട്ടമുണ്ട്. പിന്നെ ഇത് ആന്ധ്രയിലല്ലേ, അപ്പം ആന്ധ്ര ടു അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് KSRTC. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് അവിടുന്ന് നേരെ കാളഹസ്തി പോകാം ഒരു 70 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. കാളഹസ്തി ശിവൻ്റെ ഒരു പഴയ അമ്പലമാണ്. ഇത് ഏകദേശം 1500 വർഷം പഴക്കമുള്ളതാണ്. തിരുപ്പതി കാളഹസ്തി ഒരു 2000 വർഷം പഴക്കമുള്ളതാണ്. കാളഹസ്തിയിലും ഫോൺ കയറ്റാൻ പറ്റുകയില്ല. അവിടുത്തെ ആർക്കിടെക്ചറും തിരുപ്പതിയിലെ ആർക്കിടെക്ചറും ഒക്കെ പോയി കാണണം ഗൈസ്. പിന്നെ തിരുപ്പതി പോയി കഴിഞ്ഞാൽ മൈൻഡ് ഫുൾ പീസാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ, ഞാൻ കുറച്ച് ട്രോമയിലിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ചാൻസ് കിട്ടി തിരുപ്പതി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മൈൻഡ് ഫുള്ള് കാമായിരുന്നു. മൈൻഡ് ഫുള്ള് ഒരു സമാധാനം കിട്ടിയ ഫീലാണ്. ഓരോ വണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് എൻട്രി എക്സിറ്റ് രണ്ട് വഴിയാണ്. രണ്ടും വൺ വേ ട്രാഫിക്കാണ്. ഇത് എക്സിറ്റ് വഴിയാണ്. അപ്പം നമ്മൾ രാത്രി കയറി വന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടേ കയറ്റിയുള്ളൂ. കാരണം നമുക്ക് ഒരു സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ട്, ക്യാമറ അതുപോലുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അപ്പം ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് മുമ്പ് അവിടെ എത്തണമായിരുന്നു. തിരിച്ച് ഞങ്ങൾക്ക് കട്ടപ്പന എത്തണം. ഏതാണ്ട് 720 കിലോമീറ്റേഴ്സ് അടുത്ത് 750 കിലോമീറ്റേഴ്സ് അടുത്ത് ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ കാളഹസ്തിയിൽ എത്തിയിട്ടുണ്ട്. അവിടെയും ഫോൺ കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളവിടെ പോയി ഫോൺ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോണതാണ്. അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവർ പറയണത് ഫോൺ കയറ്റാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊണ്ടുവച്ച് തിരിച്ച് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി വന്നിട്ട് ഫോൺ എടുത്തെടുത്ത് വീഡിയോ ആണിത്. അപ്പം കാളഹസ്തിയിലെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാളഹസ്തിയിലെ ശിവനെയാണ് ഞാൻ കാണിച്ചത്. അപ്പം അവിടെ പഴയ ട്രാക്ടറും ഫുഡും അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ കാളഹസ്തിയും കയറി തൊഴുത് തിരുപ്പതി പോയവരല്ല, കാളഹസ്തി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാളഹസ്തിയിലെ മെയിൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പം അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ശിവനും പാർവതിയാണ് മേളിലിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിളാണെന്ന് അറിയത്തില്ല. എൻ്റെ ഫോണിൽ ഇതൊക്കെ ഓൾറെഡി സൂം. പിന്നെ അപ്പം പിള്ളേർ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. ഞങ്ങൾക്ക് നേരെ പോയാൽ മതിയെന്നേ ഉള്ളൂ. അപ്പം ലോറിക്കാർ ഫുഡ് കഴിക്കുന്ന ഒരു ദബ്ബയിൽ ഞങ്ങൾ കൊണ്ട് നിർത്തി നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ ഞാൻ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ബാക്കി ഷോർട്സ് ഒന്നും എടുക്കാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.